ഹായ്, ഇന്ന് വെജിറ്റബിൾ കട്ട്ലറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. മുൻപേ പ്രിപ്പയർ ചെയ്ത് സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് വേണം. 1/2 കപ്പ് ഗ്രീൻ പീസ് ആണ് വേണ്ടത്. തലേദിവസം രാത്രി ഒരു 3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് കുതിർത്താൽ പിറ്റേ ദിവസത്തേക്ക് ആ ഒരു അളവ് ഉണ്ടാവും. ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് വേവിച്ചാൽ മതി. ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ നേരത്തെ കുതിർത്തിട്ട് കുക്ക് ചെയ്യണ്ട കേട്ടോ. പിന്നെ വേവിച്ച് വെക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പൊ 3 വലിയ ഉരുളക്കിഴങ്ങ് തൊലിയോട് കൂടി തന്നെ വേവിച്ച് വെക്കണം. വെന്ത ശേഷം ഇതിന്റെ തൊലി കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. ഇനി കടായിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. നമ്മൾ ഏത് എണ്ണയാണോ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അത് തന്നെ ഈ കൂട്ട് പ്രിപ്പയർ ചെയ്യാനും എടുത്താൽ മതി. എണ്ണ ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ ഇഞ്ചി നുറുക്കിയത് ചേർക്കാം. 2 ടീസ്പൂൺ വെളുത്തുള്ളി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. എണ്ണയിലൊന്ന് സോട്ട് ചെയ്ത ശേഷം 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം. കഴിക്കുമ്പോൾ കടിച്ചു പോവാത്ത രീതിയിൽ ഇത് മൂന്നും പൊടിയായിട്ട് തന്നെ അരിയണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ട് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിയണം. എന്നിട്ട് എണ്ണയിൽ വഴറ്റി ജസ്റ്റ് ഒന്ന് വാടി വരണം. മീഡിയം ഫ്ലെയിമിന് വഴറ്റിയാൽ മതി. വേഗം തന്നെ ആവട്ടോ. വാടാൻ തുടങ്ങുമ്പോൾ നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിനടുത്ത് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. 1/2 കപ്പ് നിറയെ ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കാം. 1/4 കപ്പ് ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. ബീട്രൂട്ട് ചേർക്കുമ്പോൾ കളറും മാറും. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ പച്ചക്കറികൾ ഇഷ്ടം പോലെ വേറെയും എടുക്കാം. ക്യാബേജും ക്യാപ്സിക്കവും കോളിഫ്ലവറും അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസും ഒന്ന് വാടി വരണം. പച്ചക്കറിയിലേക്ക് പിടിക്കാനായിട്ട് ഒരല്പം ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയിട്ട് 2 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ആവി അടിയിൽ തട്ടി വെജിറ്റബിൾ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആവും. അധികം വേവണ്ട. എല്ലാം ഒന്ന് വാടിയ ശേഷം വേഗം തന്നെ നമുക്ക് നേരത്തെ വേവിച്ച ഗ്രീൻ പീസും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഗ്രീൻ പീസ് പാകത്തിനുള്ള വേവുണ്ട്. ഉടഞ്ഞു പോണ്ടെന്ന് കരുതിയിട്ടാണ് മുമ്പേ ചേർക്കാതിരുന്നത്. ഫ്രഷ് ഗ്രീൻ പീസ് എടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസിന്റെ കൂടെ തന്നെ അതും ചേർത്താൽ മതി. നേരത്തെ വേവിച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കൂടുതൽ മസാലപ്പൊടികളൊന്നും നമുക്കിതിൽ വേണ്ട. പൊടികളായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കാം. ഇത് മാത്രം മതി. 1 ടീസ്പൂണിനടുത്ത് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ അല്പം കറിവേപ്പില നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില നുറുക്കിയതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വലിയ സ്പൂണിൽ ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ചേർക്കുന്നത് ഓപ്ഷനിലാണ്. പക്ഷെ ചേർത്താൽ കട്ട്ലറ്റിന്റെ കൂട്ടിന് നല്ലൊരു സ്വാദ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂട്ടിന്റെ ചൂട് തണിഞ്ഞിട്ട് കൈകൊണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് കട്ട്ലറ്റിന്റെ ഷേപ്പ് ഉണ്ടാക്കാം. ഒരു മീഡിയം ഉരുള കയ്യിലെടുത്തിട്ട് ചെറിയ തിക്കിൽ ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ റൗണ്ട് ആയിട്ടാണ് ചെയ്യുന്നത്. സൈഡൊക്കെ ഷേപ്പ് ചെയ്യണം. ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂടിയിലോ അല്ലെങ്കിൽ അച്ച് ഉപയോഗിച്ചിട്ടോ ഒക്കെ ചെയ്യാം. ഈ അളവിന് 13 കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്യുവർ വെജ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് മൈദയിലോ അല്ലെങ്കിൽ കോൺഫ്ലോറിന്റെ ബാറ്ററിലോ ഡിപ്പ് ചെയ്താൽ മതി. അല്ലാതെ ചെയ്യുകയാണെങ്കിൽ എഗ് വൈറ്റിലും ഡിപ്പ് ചെയ്യാം കേട്ടോ. 1/4 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കണം. ബാറ്റർ നല്ലപോലെ മിക്സ് ആയിരിക്കണം. കട്ട ഉണ്ടാവരുത്. കോട്ട് ചെയ്യാൻ ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസും എടുത്തു വെക്കണം. പിന്നെ കട്ട്ലറ്റ്സ് ചെയ്യുന്നത് അറിയാലോ. ആദ്യം ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്യണം. പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാതും ഉണ്ടാക്കിയിട്ട് വെക്കാം. ഇതൊരു സിപ്ലോ കവറിലോ അല്ലെങ്കിൽ സ്റ്റോറേജ് ബോക്സിലോ ഒക്കെ വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യാം. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നാലും കുറെ ജോലിയൊക്കെ ഉണ്ടാവുമ്പോൾ മുമ്പ് ഇതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് സൂക്ഷിക്കാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇനി നമുക്ക് കട്ട്ലറ്റ് ഒക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എണ്ണ മീഡിയം ചൂടാകുമ്പോൾ കട്ട്ലറ്റ് എണ്ണയിലേക്ക് ഇട്ട് 2 വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് പോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ വെജിറ്റബിൾ കട്ട്ലറ്റ് കഴിക്കാനായിട്ട്. ടൊമാറ്റോ സോസ് ഇതിന് നല്ലൊരു കോമ്പിനേഷൻ ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് ആണ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.